ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ബോക്സ് ആണ് കേട്ടോ. BLDC ഫാനുകളാണ് എല്ലാം. ബോർഡ് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടാണ് കേട്ടോ. ഏതായാലും നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചു തന്നാണ് നമ്മളൊരു സബ്സ്ക്രൈബർ. അപ്പോൾ ഏതായാലും നമ്മളെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എത്രയാണ് ഏതൊക്കെ കമ്പനി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടോട്ടല് 3 ഫാനുണ്ട് കേട്ടോ. ഫാനുകളെല്ലാം ഉള്ളത് ക്രോംപ്ടൻ്റെ മോഡലാണ്. ക്രോംപ്ടൺ സാധനമാണ്. എല്ലാം ക്രോംപ്ടൻ്റെ ഉണ്ട്. ക്രോംപ്ടൻ്റെ ഈ ഒരു മോഡലാണ്. നല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, നല്ല കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് ഈ ഒരു മോഡല് ഫാൻ കേട്ടോ. എല്ലാം കംപ്ലൈൻ്റായി കിടക്കുകയാണ്. ഇവരാണ് ഈ ഒരു കമ്പനിയാണ് ഇപ്പോൾ നമ്മളെ BLDC ഫാനിനെ പോരായ്മകൾ എന്താ പറയുക പറയിപ്പിച്ചത്. BLDC ഫാനിനെ തെറ്റിദ്ധാരണതയിൽ പെടുത്തിയത് ഇവരാണ്. ക്രോംപ്ടൺ കമ്പനിയാണെന്ന് പറയാം. കാരണം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നുണ്ട് ഈ ഒരു ബോർഡ്. വാറണ്ടി പീരീഡ് കഴിഞ്ഞ ഉടനെ വാറണ്ടി പീരീഡിൽ തന്നെ ഒരു ഒത്തിരി കംപ്ലൈൻറ്റ് വന്ന് കാണപ്പെടുന്ന ഒരു മോഡൽസാണ് ക്രോംപ്ടൻ്റെ ഈ ഒരു മോഡൽ. അപ്പോൾ ഏതായാലും ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ബോർഡ്, ഇതിലേറെ ക്വാളിറ്റി ഉള്ള നല്ല ബോർഡ് തന്നെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് ഒക്കെ റീപ്ലേസ് ചെയ്ത് കണ്ട് ഒക്കെ ഒന്ന് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ 3 ബോർഡുകൾ കേട്ടോ. കംപ്ലൈൻ്റ് ആയിട്ടുള്ള 3 ബോർഡുകൾ നമുക്ക് അയച്ചെടുക്കാം കേട്ടോ. ഇവിടെ എങ്ങനെയാണ് സ്ക്രൂ ഇവിടെ ആയിട്ടാണ് വരല്. ഇല്ലേ, സൈഡിലായിട്ടാണ് സ്ക്രൂ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് 3 അയച്ചെടുക്കാം. നമ്മളിതെല്ലാം അയച്ചിട്ടുണ്ട്. ബോർഡുകളെല്ലാം അയച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ബോർഡ്. കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടച്ച് എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ഓക്കെ, എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് പുതിയ ക്രോംപ്ടൻ്റെ പുതിയ സൂട്ടബിൾ ബോർഡ് കയറ്റി നമുക്കൊന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബോർഡ്. നമ്മളിത് വെക്കാൻ പോകുന്ന ബോർഡ് ഇതാണ് കേട്ടോ. കോമൺ ബോർഡാണ്. ക്രോംപ്ടന് സൂട്ടബിൾ ആയിട്ടുള്ള ബോർഡാണ് കേട്ടോ. ഏതായാലും നമുക്കത് 3 ഇത് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അത് പഴയ അതേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ബോർഡ് ആവശ്യമുള്ളവർ നമ്മളെ ഏറ്റവും ബന്ധപ്പെടും കേട്ടോ. റിമോട്ടൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും.